ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്റ്റ് ക്രിയേറ്റീവ് വെൽ. ഇന്നത്തെ റെസിപ്പി ഒരു സ്പെഷ്യൽ ഹൽവയാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഹൽവയാണിത്. നമ്മുടെ വീട്ടിൽ എപ്പോഴും ബാക്കി വരുന്നതാണ് ചോറ് വെച്ചിട്ടാണ് ഈ ഹൽവ ഉണ്ടാക്കുന്നത്. ഇത് ഭയങ്കര സോഫ്റ്റുമാണ്, അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. കിണ്ണത്തപ്പം ഇഷ്ടമുള്ളവർക്ക് ഈ ഹൽവ എന്തായാലും ഇഷ്ടപ്പെടും. ഏതാണ്ട് അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് ഇതിനുള്ളത്. ഒരുപാട് നേരം ഇട്ട് ഇളക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ഹൽവയാണിത്. ഇതിനകത്ത് നമ്മൾ വളരെ കുറച്ച് നെയ്യേ യൂസ് ചെയ്യുന്നുള്ളൂ. 3 ടേബിൾ സ്പൂൺ നെയ്യേ ആകെ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ശർക്കര 1.25 കപ്പ്, അതായത് 5 അച്ച് ശർക്കര ഉണ്ടായിരിക്കും. 1.25 കപ്പ് പൊടിച്ച ശർക്കര. തേങ്ങാപ്പാൽ 1 കപ്പ്, കട്ടിയുള്ള 1-ാം പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി വേണ്ടത് ചോറ് 2 കപ്പ്. ഏതുതരം ചോറ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാനിവിടെ മട്ട റൈസാണ് എടുത്തിരിക്കുന്നത്. വൈറ്റ് റൈസ് വേണമെങ്കിൽ അതും യൂസ് ചെയ്യാം. ഇനി വേണ്ടത് കോൺഫ്ലവർ 3 ടേബിൾ സ്പൂൺ. അത് കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കി വെക്കണം. ഇനി നമ്മൾക്ക് ഹൽവ ഉണ്ടാക്കി വെക്കാനുള്ള പാത്രം ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ഹൽവ പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് നട്ട്സും വെളുത്ത എള്ളും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതായത് നമ്മളിത് തിരിച്ചിടുമ്പോൾ നല്ല ഭംഗിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി മിക്സിയുടെ ഒരു ജാറെടുത്ത് നമ്മൾ നേരത്തെ മാറ്റി വെച്ച 2 കപ്പ് ചോറിട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. ഇനി കോൺഫ്ലവർ കലക്കിയതും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇതെല്ലാം കൂടെ നല്ല പേസ്റ്റ് പോലെ നരച്ചെടുക്കണം. ഒത്തിരി കട്ടിയായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാനിതോടെ വെള്ളം ഒഴിക്കാതെയാണ് അരച്ച് കഴിഞ്ഞതിന് ശേഷമാണ് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഒരുപാട് കട്ടിയാവരുത്, ഈ ഒരു പാകത്തിലായിരിക്കണം നമ്മുടെ ബാറ്ററി ഇരിക്കേണ്ടത്. ഇനി ഇതിനകത്തോട്ട് കുറച്ച് ഗ്രാമ്പു പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല പൗഡറായിട്ടുള്ള ഗ്രാമ്പുവാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ബാറ്ററി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഹൽവ ഉണ്ടാക്കി വെക്കാനുള്ള പാത്രവും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ശർക്കര നീരൊന്ന് ഉരുക്കിയെടുക്കണം. അതിനായിട്ട് 1.25 കപ്പ് ശർക്കര ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്ത് 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. എപ്പോഴും ശർക്കര ഡയറക്റ്റ് ഇട്ട് കൊടുക്കരുത്, അതിനകത്ത് ചിലപ്പോൾ അഴുക്കൊക്കെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഇതൊന്ന് തിളപ്പിച്ച് അരിച്ചതിന് ശേഷം മാത്രമേ ഇട്ട് കൊടുക്കാവൂ. ഇപ്പോൾ നമ്മുടെ ശർക്കര നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ചൂടുള്ള സാധനം അരിക്കാനായിട്ട് ഇരുമ്പിൻ്റെ അരിപ്പ തന്നെ നിങ്ങൾ യൂസ് ചെയ്യുക. നമ്മൾ ഹൽവ ഉണ്ടാക്കുന്ന പാത്രത്തിനകത്തോട്ടാണ് ഞാൻ അരിച്ചൊഴിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ശർക്കര പാനി അരിച്ചു കഴിഞ്ഞു. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നെയ്യ് ഇട്ട് കൊടുത്ത് ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരണം. ആ സമയത്ത് വേണം നമ്മൾക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ബാറ്റർ ഒഴിച്ചു കൊടുക്കാൻ. ഇപ്പോൾ നമ്മുടെ ശർക്കര പാനി തിളച്ച് വന്നിട്ടുണ്ട്. ഒഴിക്കുന്നതിന് മുമ്പായിട്ട് ഈ ബാറ്റർ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കാരണം ഇതിനകത്ത് കോൺഫ്ലവറൊക്കെ ഉള്ളതുകൊണ്ട് ഇത് ചിലപ്പോൾ അടിയിലോട്ടൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അതിനുശേഷം ഒരു കൈ കൊണ്ട് നമ്മൾ ശർക്കര പാനി ഇളക്കിക്കൊണ്ടിരിക്കുക, മറ്റേ കൈ കൊണ്ട് നമ്മൾ ബാറ്റർ ഒഴിച്ച് ഇത് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇത് മാത്രമേ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. ഇതിനകത്ത് കോൺഫ്ലവറൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് കട്ടയാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ചാലും ഇത് കട്ടയാവാൻ ചാൻസ് ഉണ്ട്. ഏകദേശം ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ 2ാമത്തെ ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ശർക്കരയുടെ ഡിഷ് ഉണ്ടാക്കുമ്പോൾ അതിനകത്തോട്ട് ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. ഇതിൽ വേണമെങ്കിൽ നട്ട്സ് ഇട്ട് കൊടുക്കാം. ഞാനിതിവിടെ ഇട്ട് കൊടുക്കുന്നില്ല. ഇത് കട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല. ഇപ്പോൾ ഒരു 35 മിനിറ്റ്സ് ഒക്കെ ആയിട്ടുണ്ട്. നമ്മുടെ ഹൽവ ഏതാണ്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തോട്ട് നെയ്യ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പാത്രത്തിൽ നിന്ന് വിട്ട് വരുമ്പോൾ നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഹൽവ റെഡി ആയിട്ടുണ്ട്. ഞാനിതിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഹൽവയുടെ പാത്രത്തിലോട്ടാണ് ഇത് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. ചൂടോടെ തന്നെ പെട്ടെന്ന് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ മോൾ വശം ഒന്ന് ലെവൽ ചെയ്തെടുക്കണം. അതിനായിട്ട് 1 സ്പൂണിൻ്റെ ബാക്ക് സൈഡിൽ കുറച്ച് നെയ്യ് തേച്ച് അത് വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ഹൽവ റെഡിയായി കഴിഞ്ഞു. ഇനി ഇത് 2 മണിക്കൂറൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് 2 മണിക്കൂർ കഴിഞ്ഞു. ഇനി ഇതൊന്ന് കട്ട് ചെയ്യാൻ പോവാണ്. ഇതിങ്ങനെ തിരിച്ചിടുമ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിൽ നല്ല ഡിസൈൻ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ നട്ട്സൊക്കെ ഇട്ട് കൊടുത്തത്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഹൽവയാണിത്. കുട്ടികൾക്കും വലിയവർക്കും
ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഹൽവയും കൂടിയാണിത്. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് പിസ്ത കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾ എടുക്കുന്ന ശർക്കര കുറച്ച് ഡാർക്ക് ശർക്കരയായിരിക്കണം. അപ്പോൾ ഇതുപോലെ നല്ല കളർ കിട്ടും. ഇത് ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചോറ് ഇത് ഉണ്ടാക്കാനായിട്ട് മാറ്റി വയ്ക്കും. അത്രയും ടേസ്റ്റാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്